ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അത്തു നൈറ യൂട്യൂബ് ചാനൽ. എനിക്ക് തോന്നുന്ന ഒരു കുറച്ച് ദിവസം എന്ന് വെച്ചാൽ ഒരു 3 weeks ഒക്കെ ആയി ഞാനിപ്പം ആക്റ്റീവായിട്ട്. ഞാൻ അങ്ങനെ വീഡിയോസും ഇടാറില്ല, ഷോർട്സും ഇടാറില്ല. അപ്പം എന്നോട് കുറച്ച് പേര് ചോദിച്ചാൽ എന്താ ആക്റ്റീവ് അല്ലാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഒന്നിനൊരു ഉഷാറില്ലായിരുന്നു. പിന്നെ വീട് മാറുന്ന ഷിഫ്റ്റിങ്ങും ഹോം ഷിഫ്റ്റിങ്ങും ഒക്കെ അതിനെക്കൊണ്ടായിരുന്നു. പിന്നെന്താ, എന്തോ പറ്റിയില്ല. ഇനി നല്ലോണം ആക്റ്റീവ് ആവാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഇതാരാണ്? ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ലേ? അപ്പം ഞാനിന്ന് വിചാരിച്ച് ഇന്ന് സൺഡേ ആണ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. കുറേ പേര് അമ്മയെ പിടിച്ച് കയറാൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന്. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം അല്ലേ? ഇവരുടെ അക്രമമൊക്കെ ഞാൻ കാണിച്ചു തരുന്നു എല്ലാവർക്കും. കണ്ടോ, തുടങ്ങി മുടി പിടിച്ച് വലിക്കും. ഒരു ചെറിയ മുടി കണ്ടാൽ ഇവിടെ പിടിച്ച് കുഞ്ഞോ അമ്മയ്ക്ക് വേനക്കൂലേ പൊന്നെ? എന്ത് വേദന അമ്മയ്ക്കൊരു ഉമ്മ തരുമോ? അമ്മേ അക്രമക്കാരി. അപ്പം കണ്ടതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പിടിച്ചങ്ങ് വലിക്കും. എന്താ പൊന്നെ? അപ്പം ഞങ്ങളിതാ റൂമൊക്കെ കണ്ടോ, ഞങ്ങൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇവള് അമ്മ മുടി പിടിച്ച് വലിച്ചിട്ട് വേദന സഹിക്കാൻ പറ്റിയിട്ട് നമ്മളെ ബെഡിൽ തന്നെ കിടത്തി. അപ്പോൾ ഞങ്ങളിതാ ഇനി റൂമൊക്കെ കണ്ടോ, റൂമൊക്കെ ഫുൾ നമ്മൾ പിടിച്ച് വലിച്ചിട്ടിരിക്കുക. ചാടി കീറൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഇവള്. അപ്പം ഇന്നത്തെ ഒരു ദിവസം നമുക്ക് അങ്ങനെ തുടങ്ങാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്ന് നമ്മളെ നൈറ ബേബിക്ക് 9 മാസമായിട്ടോ. 9 months ആയി നമ്മളെ നൈറയ്ക്ക് അല്ലേ കുഞ്ഞു? നോക്ക് ഇങ്ങോട്ട് നോക്ക്, 9 മാസമായി പറയുന്നത്. അപ്പം ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യും, പിടിച്ചൊറ്റയ്ക്കൊക്കെ നിൽക്കും കേട്ടോ. ഇവളെ ഞാൻ വിട്ടു നിർത്തട്ടല്ലേ, ഇവളുടെ മുടി ശരിയാക്കും. അപ്പോൾ ഞങ്ങൾ ബ്രഷൊക്കെ ചെയ്യട്ടെ. നമ്മുടെ നൈറയ്ക്ക് 2 പല്ല് വന്നതല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഇപ്പം നൈറയ്ക്ക് ടോട്ടൽ 6 പല്ല് വന്ന്, മേലെ 4 പല്ലും താഴെ 2 പല്ലും. എന്താ കുഞ്ഞോ? ഇതെല്ലാവർക്കും ഉള്ളാൻ തോന്നുന്നില്ലേ മുടി പിടിച്ച് വലിക്കല്? പെണ്ണെന്നാല് എവിടെ കണ്ടാലും അമ്മൻ്റെ മുടിയും പിടിച്ച് വലിക്കുക. എല്ലാവരും മുടി വളരെ വീക്ക്നെസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു മിക്ക കുട്ടികളും ഇങ്ങനെയാണ് തോന്നുന്നത് ഈ സ്റ്റേജിൽ. മുടി പിന്നെ അമ്മമാരെ മുടി ആരും മുടി ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ ബ്രഷൊക്കെ ചെയ്യട്ടെ കേട്ടോ. ഞങ്ങൾ ഫ്രഷ് ആവട്ടെ. ഇങ്ങോട്ടോ ഞാ നൈറ ബേബി താഴെ കളിക്കുന്ന ടൈമിൽ ഞാൻ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് ഇവിടെ ഒരാളുണ്ട്. ഇവർ 2 പേരും നൈറ ബേബിൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഉറങ്ങുമ്പോൾ ഇത് വേണം. സൈഡിൽ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇനി ഞാൻ നൈറേനെ എടുത്തുകൊണ്ട് വരട്ടെ. എന്നിട്ട് ഞാനും നൈറയും ബ്രഷ് ചെയ്യും, എന്നിട്ടൊന്ന് ഫ്രഷ് ആവും. എൻ്റെ ഫേസൊക്കെ നല്ല ടയേർഡാണ്, 2-3 ദിവസം നല്ല പണിയായിരുന്നു. അപ്പോൾ ഞാൻ നൈറേനെ എടുത്ത് വരട്ടെ. അവൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. എനിക്ക് മുത്തശ്ശി എടുത്ത് കളിക്കാനോ? കുഞ്ഞോ ബാ ബ്രഷ് ചെയ്യാം. ഇപ്പം വിളിച്ചാലൊക്കെ ഇങ്ങനെ വരും കേട്ടോ. വേമ്പാ പൊന്നെ വാ. മാസി ഇവിടെ ഇല്ലല്ലോ. മാസിൻ്റെ റൂമിൽ പോയി നോക്കുന്നത്. അഞ്ജലിൻ്റെ റൂമിൽ പോയി നോക്ക്. ബാ അമ്മ പോട്ടെ. ഇനി ഞങ്ങൾ ബ്രഷ് ചെയ്യാൻ പോവാണല്ലോ. ഇതൊക്കെ പിടിച്ച് കളിക്കും. എനിക്ക് ഇവിടെ ഇപ്പോൾ പിടിച്ചാൽ കിട്ടുന്നില്ല. അപ്പം ഞങ്ങളിനി ബ്രഷ് ചെയ്യാൻ പോകട്ടെ. ഞങ്ങൾ 6 പല്ല് ഞങ്ങൾ ബ്രഷ് ചെയ്യാൻ പോവാണ് അല്ലേ കുഞ്ഞുമുത്തേ? വെള്ളത്തിൽ കളിക്കുക, കുളിക്കുക. ഇപ്പം ബാക്കോട് തിരിഞ്ഞു നോക്കില്ല, അവളെ ബാത്ത് ടബ് അവിടെയാണുള്ളത്. വെള്ളത്തിൽ കളിക്കുക, കുളിക്കാൻ പോകുന്ന വെച്ചാൽ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര വേണമെങ്കിലും ഇരുന്ന് കളിക്കും. ഇത് കണ്ടോ, ഞാൻ കുഞ്ഞുണ്ടേ
ഒരു പല്ല് കാണിച്ചെടുക്കും പൊന്നെ, പല്ല് കാണിച്ചു കൊറ്റാനോ. ഞാൻ അവളെ ബ്രഷ് ചെയ്യിപ്പിക്കട്ടെ. കുഞ്ഞ് ബ്രഷാണ് പൊന്നിന്, പേസ്റ്റ് ഒന്നും അവർക്ക് യൂസ് ചെയ്യൂല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് ചെയ്യിപ്പിക്കും, അത്ര ഞാൻ പേസ്റ്റ് ഒന്നും യൂസ് ചെയ്യില്ല. പല്ല് കാണിച്ചോ, അപ്പൊ കാണിക്കട്ടോ ബ്രഷ് ചെയ്യുമ്പോ. പല്ല് കാണിച്ചോ എൻ്റെ അമ്മയ്ക്ക്. സോഫ്റ്റ് ആയിട്ട് തേക്കുള്ളൂ കേട്ടോ. കുഞ്ഞു വല്ലാണ്, കുഞ്ഞു വല്ല്. നല്ല കടിയാ കടിക്കും ഇപ്പൊ. അമ്മ കൈ അത് കടിക്കല്ലേ. എല്ലാത്തും കാണാൻ ഭയങ്കര ഇഷ്ടമായൊക്കെ. ഞാൻ ഈ 2 പല്ല് വന്നപ്പോഴേ ഇങ്ങനെ കൈ വെച്ചിട്ടും പിന്നെ ഇതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ളത് വെച്ചിട്ട് അങ്ങനെ പല്ല് തേപ്പിക്കുന്നു. അപ്പോൾ അറിയാം അവർക്ക് ബ്രഷ് ചെയ്യിക്കാൻ. ഇങ്ങനെ വന്നാൽ അറിയാം ബ്രഷ് ചെയ്യാനാണ്. കച്ചല്ല പൊന്നെ. നോട്ടല്ലോ. എന്നിട്ട് ഞാൻ എൻ്റെ കൈ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കും. നോട്ടെ നോട്ടെ നോക്കട്ടെ പൊന്നെ മോ. ഞങ്ങള് ഇവിടെ ഒരു 7 മണി, ഇപ്പൊ സമയം 8:30 ഇവിടെ രാവിലെ 7 മണിക്ക് എണീച്ച് പാലൊക്കെ കൊടുത്തതാ. അതുകൊണ്ട് വിശക്കുന്നില്ല തോന്നുന്നു. ഗുഗ്ഗലാണോ ഗുഗ്ഗലാണോ? നൈറ ബേബിന്റെ ദൃശ്യയിലൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി ഇവളെ അമ്മേൻ്റെ അടുത്ത് കൊടുത്തിട്ട് വേണം എനിക്ക് ബ്രഷ് ചെയ്യാനൊക്കെ. അമ്മേൻ്റെ അടുത്ത് ഏൽപ്പിച്ച് എനിക്ക് ബ്രഷ് ചെയ്യണം, സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് എന്നിട്ട് വേണം അവൾക്ക് ഫുഡ് കൊടുക്കാൻ. അവൾക്ക് ഞാൻ കുറച്ച് മുന്നേ പാല് കൊടുത്തതിനൊക്കെ ഉണ്ട്, വിശക്കൂല കൊടുക്കാൻ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ വീഡിയോ ചെയ്യുമെന്ന്. ഞാൻ അടുത്ത വീഡിയോ ചെയ്യട്ടോ സ്കിൻ കെയർ വീഡിയോ. സ്കിൻ കെയർ വീഡിയോ ചെയ്യാൻ എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. പിന്നെ ആണെങ്കിൽ കുറച്ച് ടൈം വേണ്ടേ, നൈറ ബേബിനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇനി കുറച്ച് ഫ്രീ ആണ്, അപ്പം ഞാൻ എന്തായാലും ചെയ്യാം. ആരാണ് ഇപ്പം വരാട്ടോ അമ്മ, ഇപ്പം വരാമ്മേ. കുഞ്ഞു പിന്നെ നോക്കിയിരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഞാനാ ഓ ബാ പൊന്നെ കുഞ്ഞു. ആ അവിടെ വന്ന് ഇരുന്നുണ്ട്. ഹലോ മിസ്റ്റർ കച്ചറ വരുന്നേ. ഹലോ മിസ്റ്റർ ആ വന്ന് കച്ചട്ടാ. രാവിലെ ഞാൻ മോർണിംഗ് സ്കിൻ കെയറിൽ മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. വിറ്റമിൻ സി യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഞാൻ പിമ്പിൾസൊക്കെ വന്നപ്പം ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു വിറ്റമിൻ സി കുറച്ച് കാലത്തേക്ക് യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിറ്റമിൻ സിനെ മാറ്റി നിർത്തി. കുഞ്ഞോ നയറിൻ്റെ താഴെ ഉണ്ട് കേട്ടോ. കുഞ്ഞോ കുഞ്ഞോ എന്തിലോ കളിക്കുക. കാഴ്ചര എന്തോന്ന് ഇട്ടിട്ട് കുഞ്ഞു. ഉണ്ടോ
അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം കണ്ടില്ലേ, താഴെ എൻ്റെ കാല് പിടിച്ച് വലിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് സ്കിൻ കെയർ വീഡിയോ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഇതൊക്കെ അമ്മ എടുക്കാം. ഓ ഓ ഓ ഓ ബാ. ബും 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 ബും. ഇതാരാണ് വന്നേ? അതൊന്നും പിടിച്ച് വലിക്കരുത്. ഇതുകൊണ്ടാണ് മക്കൾസ് എനിക്കെന്ത് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഉറക്കം വരുന്നുണ്ടോ? എട്ടരക്കല്ലേ എണീച്ച്? പൊന്നിനൊക്കെ വരുന്നുണ്ടോ? പൊന്നിന് ഉറക്കം വരുന്നുണ്ടോ? ഇതെന്താ കുഞ്ഞോ? ഞങ്ങൾ സ്കിൻ കെയർ ചെയ്യട്ടെ. സ്കിൻ കെയർ ചെയ്യാം. ഞാൻ ചെയ്തത് അഞ്ജലി ചെയ്യുന്നത് കണ്ടിട്ടെ സ്കിൻ കെയർ ചെയ്യാൻ പോവാണേ. സ്കിൻ കെയർ എന്തൊക്കെ തല ഉണ്ട്. ലിറ്റിക്ക് ഇടട്ടെ. ലിപ്സ്റ്റിക് ഇടട്ടെ വെച്ചരും. സ്കിൻ കെയർ നോട്ടെ. ലിപ്സ്റ്റിക്ക് 8 മാസം 9 മാസമായിട്ടുള്ളൂ. അപ്പത്തേക്ക് ഈ സ്കിൻ കെയറും ലിപ്സ്റ്റിക്കൊക്കെ ഇടാൻ തുടങ്ങിയോ? ഇന്ന് ലിബാമാ പൊന്നിനെ അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. ലിറ്റിക്ക് ഇടാൻ വെച്ചേരാ. അമ്മ ലിറ്റിക്ക് ഇട്ടാ. ലിപ്സ്റ്റിക് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പം ഞങ്ങളെ സ്കിൻ കെയർ കഴിഞ്ഞു. ഞങ്ങൾ അപ്പാപ്പ ഉണ്ടാക്കാൻ പോവാണ്. അപ്പാപ്പൻ ചിന്നണം. അപ്പം നമുക്ക് ഫുഡ് ഉണ്ടാക്കട്ടെ. അമ്മമ്മ എന്താ ഉണ്ടാക്കുന്നേ ചോദിച്ചോക്കെ നമുക്ക്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ ഉണ്ടാക്കുന്നേ? നമ്മളെ ഫേവറേറ്റ് ആണല്ലോ നൂൽപുട്ട്. അതിൻ്റെ പൊട്ടറ്റോ ഒക്കെ വേവിക്കുന്നുണ്ട്. കുഞ്ഞോ അമ്മൻ്റെ കൈ ഇങ്ങോട്ടമ്മ. അപ്പോൾ അമ്മ നൂൽപുട്ട് ഉണ്ടാക്കുന്നുണ്ട്. നൂൽപുട്ട് നൈരയ്ക്ക് എത്ര ടോയ്സ് ഉണ്ടെങ്കിലും അതൊന്നും വെച്ച് കളിക്കൂല. വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും ഇരുന്ന് കളിക്കുക. ഇതാരാണ് പിച്ച് കയറുന്നത്? റെസ്റ്റ് എടുക്കുക കുഞ്ഞോ. കുഞ്ഞുമുത്തി റെസ്റ്റ് എടുക്കാനോ? പൊന്നി? അമ്മത്തെ റെസ്റ്റ് എടുത്തോ. കൊക്കോ പിന്നെ അമ്മ ചില്ലല്ലേ പൊന്ന്? നല്ല പൊന്നാണപ്പ. നയറ കുറേ ചെയറിൽ ഇരുന്ന് കഴിക്കും. ഇപ്പതാ താഴെ. ഇനി ഞങ്ങൾ താഴെ ഇരുന്ന് കഴിക്കും അല്ലേ കുഞ്ഞോ? അഞ്ചിനാല് ഞാനെന്തായാലും കഴിപ്പിക്കട്ടെ. ഇനി ഇരിക്കണം നിൽക്കണം ഓടണം. അങ്ങനെ കഴിപ്പിച്ചിട്ട് ഇനി വീഡിയോ എടുക്കാം. കുഞ്ഞുമത്തേ അമ്മ ചിന്നണ്ടേ ഗൂഗിളായിട്ട്? ഞാനെന്തായാലും കഴിപ്പിക്കട്ടെ. അങ്ങനെ നൈറ ബേബീൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവളെ ഫുൾ സെറ്റാക്കി. എന്നിട്ട് അവൾ അമ്മൻ്റെ കൂടെ കളിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ബാൽക്കണിയിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് നേരം ഇരിക്കും. ഇന്ന് സൺഡേ അതിനെക്കൊണ്ട് 10-10:30 ആയിട്ടുണ്ട്. അല്ലാത്ത സമയത്ത് ഞാൻ രാവിലെ ഒരു 7 മണിക്ക് ആകുമ്പോഴാണ് വന്നിരുന്ന് വാമപ്പ് ഒക്കെ ചെയ്യാറ്. അമ്മറ്റക്ക് വാ.
നൈറേൻ്റെ മുടി ഇപ്പം കേളി പോലെ ആവുന്നുണ്ട്, ജസ്റ്റ് സെമി കേളി പോലെ. കുഞ്ഞോ ഇപ്പം നല്ലോണം പിടിച്ച് നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അമ്മൻ്റെ പൊന്ന് പിച്ച് നിൽക്കാണോ? പിച്ച് ഗുഗലാണോ? ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞാൻ ഓട്സ് ആട്ടോ കഴിക്കുന്നത്. അപ്പം ഇന്ന് ഓട്സിൽ കുറച്ച് ബനാനയൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. നൈറത് അവിടെ ഇരുന്ന് കളിക്കും. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഞാൻ അധികം ഓട്സ് അങ്ങനത്തെയാണ് കഴിക്കാറ് കേട്ടോ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് കഴിക്കും. അങ്ങനെ ഞാൻ കഴിക്കാം. അത് പോയിട്ട് പിടിക്കാൻ നോക്കുന്നുണ്ടോ? ഇതാ പൊന്നിയിൽ കളിച്ചതാ. ഓട്സ് നൈറ കഴിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇത് തണുപ്പുണ്ട്. ഞാൻ കുറച്ചിങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ അതിലത്തെ ബനാനയൊക്കെ കഴിക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് പഴം, ഭയങ്കര ഇഷ്ടം. ഇതോ കുഞ്ഞോ, എല്ലാവരോടും ഹായ് പറഞ്ഞാൽ ഹലോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നമ്മളെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. അത് പോയി എടുക്കാൻ നോക്കുന്നുണ്ടോ? ഹലോ. അപ്പം ഇനി നൈറയ്ക്ക് ഉറക്കമുണ്ട്. അവളൊരു 11:30-12 മണിക്ക് ഉറങ്ങാറുണ്ട്. അപ്പോൾ ഇനി അവൾ ഉറക്കിയിട്ട് ഉറങ്ങി എണീച്ചിട്ടാണ് ഇനി ഉച്ചക്കത്തെ ഫുഡും പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ ഞാനിവളെ ഉറക്കട്ടെ. അവിടെ ഒരു പ്രാവ് വന്ന് നിൽക്കുന്നുണ്ട്, അതങ്ങനെ നോക്കുന്നത്. കുഞ്ഞുമ്മച്ചി അതിനെ പിടിക്കാൻ വേണ്ടി പോയി. അപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ട് വരാം. ഞാൻ ഉറങ്ങൂല, ഇവളെ ഉറക്കിയിട്ട് ആ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ എല്ലാ പണികളും തീർക്കും. അങ്ങണ്ടേ? അമ്മൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് കേട്ടിട്ട് നോക്കുക തിരിഞ്ഞിട്ട്. അമ്മമ്മ എവിടെ പിന്നെ? ഇഞ്ഞോ അതിലേക്ക് തന്നെ നോക്കിക്കുന്നത്. ഒങ്ങമ്പക്ക് അമ്മമ്മ എവിടെ നോക്കുക. പിന്നെ ഞങ്ങളൊരു ഗുസ്തിയൊക്കെ ഉണ്ട് ഉറങ്ങുന്നതിൻ്റെ മുന്നേ. അത് കഴിഞ്ഞിട്ടാണ് ഉറങ്ങുക. അങ്ങനെ നൈറ ബേബി ഉറങ്ങിട്ടോ. ഞാനിതാ ഈ ബീൻ ബാഗ് ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന് ഈ ബെഡിന് അത്ര ഹൈറ്റ് ഇല്ല, പക്ഷെ എന്നാലും ഒരു സേഫിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും കേട്ടോ. ഞാനിപ്പോൾ പണിയിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ഇപ്പം ആണെങ്കിൽ നൈറ എണീച്ചാൽ സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു പേടിയില്ല. പക്ഷെ എന്നാലും ഒരു സേഫിനെ അങ്ങനെ അത് വെക്കും. അപ്പോൾ അവൾ ഉറങ്ങിയതിന് ശേഷം അവളെ ടോയ്സൊക്കെ ഫുൾ ഹാളിൽ പരത്തിയിട്ടിട്ടുണ്ടാവും. അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ മെല്ലെ എൻ്റെ പണികളൊക്കെ എടുക്കും. TV ഒക്കെ കണ്ട് അല്ലെങ്കിൽ പാട്ടൊക്കെ കേട്ട് അങ്ങനെ മെല്ലെ മെല്ലെ പണിയെടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നൈറേനെ പോയി നോക്കും കേട്ടോ, അവൾ എണീക്കുന്നുണ്ടോ. അങ്ങനെ എൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടക്കും. അവൾ ഉറങ്ങുന്ന സമയത്താണ് എല്ലാം ഞാൻ ചെയ്യാറ്. സൺഡേ സ്പെഷ്യൽ എന്താ? സൺഡേ സ്പെഷ്യൽ മട്ടൻ മമ്പായർ കറി, ബീറ്റ്റൂട്ടിൻ്റെ ഉപ്പേരി, പിന്നെ ക്യാരറ്റിൻ്റെ ഉപ്പേരി, മാന്ത ഫ്രൈ, സലാഡ്. ഇതെന്താക്കുന്നത്? അതാ മസാലയൊക്കെ മീൻ പൊരിക്കുക. നമുക്ക് ലാസ്റ്റ് എടുത്തേക്കാം കൊടുക്കട്ടെ. നൈറ ഇതുവരെ എണീച്ചിട്ടില്ല. അപ്പം നൈറ എണീക്കുന്നതിൻ്റെ മുന്നേ അവളെ ഇന്ന് 9 month ആണല്ലോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കണം. ജസ്റ്റ് എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടൊന്ന് ഇൻസ്റ്റയിൽ ഇടണം. അവളെ അക്കൗണ്ടും എന്താ പറയുക, ഞാനൊന്നും ഇടലില്ല ഇപ്പം. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നൈറ ബേബി ഇവിടെ പോയി, നൈറ ബേബിക്ക് എന്താ അസുഖമില്ലേ, എന്താ ചേച്ചി ആക്റ്റീവ് അല്ലാത്തതെന്നൊക്കെ. ആക്റ്റീവ് ആവാട്ടോ. അപ്പം അവളെ ഡ്രസ്സ് എടുത്ത് വയ്ക്കാം. എന്താണ് നല്ലൊരു ഡ്രസ്സ് എടുപ്പിച്ചിട്ട് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം. അവളെ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കാം.
ഒച്ചുണ്ടാക്കി പോയ സീനാണ്. ഓള് പെട്ടെന്നില്ലായിരിക്കും ഉറങ്ങാം. ഞാൻ ഡ്രസ്സ് എടുത്ത് വെക്കട്ടെ, എന്നിട്ട് കാണിച്ചു. ഡ്രസ്സൊക്കെ മാറ്റി. ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ ഫോട്ടോ എടുക്കണമെന്ന് വിചാരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു 3 monthsiലിട്ട് വാങ്ങി വെച്ച ഡ്രസ്സാണ്. അങ്ങനെ ഒരുപാട് ഡ്രസ്സ് ഉണ്ട് ഇവയ്ക്ക് ഇവിടെ. നൈറബി എണീച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഫിഷ് ഫ്രൈ ചെയ്യാമെന്ന്. നമ്മൾ എയർ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാം. അമ്മേ, അപ്പം അമ്മ ഇതാ നല്ലപോലെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ മുളക് കിട്ടില്ല അമ്മേ? ഇഞ്ചി, പച്ചമുളക്, മട്ടൻ മസാല, കുരുമുളക് പൊടി. അപ്പം അങ്ങനെയൊക്കെ തേച്ച് നല്ല സെറ്റാക്കി വെച്ചതാണ്. ഇനി നമുക്ക് എയർ ഫ്രൈയിലിടാം. ഇവിടെ എല്ലാവരും ഡയറ്റാണ്, അപ്പം നമ്മൾ ഓയിൽ യൂസ് ചെയ്യില്ല. ഇത് മാന്ത കേട്ടോ, മാന്ത എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാന്ത മീൻ, ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഫിഷ് ഇതിലിട്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അമ്മന്റെ പൊന്നേനീച്ച കുച്ചണ്ടേ. അമ്മമ്മ എവിടെ കുഞ്ഞോ? അമ്മമ്മ എവിടെ? അമ്മ പിടി. കുഞ്ഞോ കാത് കുത്തണ്ടേ? കാത് കുത്തണ്ടേ? പാദശരം, ഒരു പാദശരം അയച്ചിട്ട് ആദ്യത്തെ ഒരു പാദശരം പൊട്ടിച്ച്, രണ്ടാമത്തെ പാദശരത്തിന് എല്ലാം പൊട്ടിച്ചല്ലേ നീ? ഒരു വള ചതിച്ച്, ഒരു വികൃതി പെണ്ണാണ്. നോട്ടി ഗേൾ ആണോ? പൊട്ടിച്ച് ഒക്കെ എവിടെയും പോകുമ്പോഴും ഇട്ടരുള്ളൂ. നീ നോട്ടി ഗേളാണ്. പല്ല് കാണിച്ചണ്ട, മേലത്തെ പല്ല് കാണിച്ചണ്ട, നോട്ടി ഗേളിന്റെ പല്ല് കാണിച്ചണ്ട. കുച്ചണ്ടേ? ഓക്കെ സൂപ്പർ സൂപ്പർ. സുഖണ്ട എണീച്ച് പോവാ. നിങ്ങ കുളിക്കാം. കുച്ച കുച്ച. അമ്മമ്മ എവിടെ പൊന്നെ? അമ്മമ്മ അമ്മയുടെ കുഞ്ഞു മുത്തശ്ശി എവിടെയെന്ന് ചോദിക്കേ. മുത്തശ്ശി എവിടെ കുഞ്ഞോ? മുത്തശ്ശി മുത്തശ്ശി എവിടെ? മുത്തശ്ശി സ്മൈൽ. മുടി വെട്ടാനായിരിക്കും, ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ടുണ്ട് അല്ലേ? ഒരു സൂപ്പർ ഹെയർ സ്റ്റൈൽ ചെയ്യാം നമുക്ക്. ഹെയർ കട്ട് വേണ്ടേ? ഒന്നായില്ല അമ്മേ, എനിക്കൊരു 2-3 വയസ്സാവട്ടെ അല്ലേ, എന്നിട്ട് നമുക്ക് സൂപ്പറാക്കാം. ഇതാകുമ്പോൾ കുച്ച നല്ലോണം നിൽക്കുന്നുണ്ടല്ലോ അല്ലേ? കുഞ്ഞു. അപ്പം ഞങ്ങൾ കുളിക്കാൻ പോവാണ്. കുളിക്കുന്ന ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. അത് കളിക്കാനാ അല്ലേ? ഒക്കെ പിടിച്ച് കളിക്കാനാ. ഹലോ, അങ്ങനെ ഞങ്ങളെ കുറിച്ച് സുന്ദരി കുട്ടികളായി. ഇവിടെ ഞാൻ മറ്റേ 9 monthsലെ ഡ്രസ്സ് ഞാനൊന്നും ഇടിയിപ്പിച്ചിട്ടില്ല. ഇനി ഫുഡൊക്കെ കഴിപ്പിച്ചിട്ട് വേണം ഒരുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് കുച്ചിട്ടുള്ളൂ അല്ലേ. ഇനി നമുക്ക് തമ്പായി പാത്തിച്ചണ്ടേ? തമ്പായി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ഫോട്ടോൻ്റെ അങ്ങോട്ടൊക്കെ നോക്കൂട്ടോ. സുന്ദരി കുട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഫുഡൊക്കെ കഴിക്കട്ടെ. ഇതിപ്പോൾ അങ്ങോട്ടേക്ക് ഒരു പ്രാവ് അങ്ങനെ വന്നിരിക്കും, അതിനെങ്ങനെ നോക്കുക. അപ്പാപ്പ ചിന്നാൻ പോവാ. അപ്പാപ്പ ചിന്നാൻ പോവാ. രമ്പായി പാത്തിച്ചാല്, രമ്പായി പാത്തിച്ചാല്.
ഇവക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ചോറ് തിന്നാ അമ്മ ചിന്ന അമ്മമ്മേന്റെ അമ്മ നോക്ക്. അമ്മ ചിന്നണ്ടേ, അമ്മ ചിന്നണ്ടേ. ഭയങ്കര ഇഷ്ടം അവക്ക് ചോറ് ഇട്ടോ. അപ്പൊ ചോറ് കൊക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്ന് ലഞ്ചിന്. മത്തനും പയറും പിന്നെ സാലഡ് ഉണ്ട്, ക്യാരറ്റ് ഉപ്പേരി, മീൻ. ഈ എന്താ പറയുക, മത്തൻ കറിയും പിന്നെ ഈ ഫിഷും നല്ല കോമ്പിനേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനത്തെ കോമ്പിനേഷൻ? പിന്നെ സാലഡ് ഇപ്പം ഞാൻ എപ്പോഴും ലഞ്ചിൽ ആഡ് ചെയ്യും, ഡയറ്റ് അതിനൊക്കെ ഉണ്ട്. റിമോട്ട് കൊടുക്കാണ് ടി വി മാറ്റാൻ വേണ്ടിട്ട്. പിന്നെ ഇതെന്താണ് അമ്മമ്മയും മോളും ചെയ്യുന്നത്? അമ്മ പാപ്പ ചിന്നല്ലേ? ഓ യെസ്. കുഞ്ഞോ കുഞ്ഞോ. ഓ അമ്മ മുത്തേടെ, അമ്മ മുത്തേടെ, അമ്മ മുത്തേടെ. ഇതാണോ? ക്യാമറയിലേക്ക് നോക്ക്. ഫോൺ. ഹലോ, എല്ലാരും ചോര തിന്നോ ചോദിച്ചോക്ക്. അവിടെ പ്രാവ് വന്നിരിക്കണ്ട അമ്മ, അത് അങ്ങോട്ട് നോക്കുന്നത്. അല്ല ഞാൻ തിന്നട്ടെ, അല്ല ഞാൻ തിന്നട്ടെ, അമ്മ തിന്നട്ടെ. ഞങ്ങള് വീഡിയോ എടുക്കാൻ പോവാണേ. 9 month വീഡിയോ. അമ്മേ ടാറ്റ പോണം. ടാറ്റ ടാറ്റേവാ. നൈറ ബേബിൻ്റെ 9 month ഉള്ള ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള പ്രിപ്പറേഷൻ ആട്ടോ ഇത്. ഇപ്പം ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് തരും. ഹലോ, ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് കണ്ണൊക്കെ കണ്ടില്ലേ, അങ്ങനെ ഞങ്ങൾ കുറച്ച് ഉറങ്ങി. ഞാൻ ഉറങ്ങിയില്ല, നിങ്ങൾ ഉറങ്ങി. അപ്പത്തേക്ക് എണീച്ച്. ഇപ്പം എത്ര മിനിറ്റ് ആയിണ്ടാവും നിങ്ങൾ ഉറങ്ങിയിട്ട്? 55 ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പത്തേക്ക് എണീച്ച് പെണ്ണു. കുഞ്ഞോ കുഞ്ഞോ ടാറ്റ പോവാ. അമ്മമ്മക്ക് ഒരു ടാറ്റ പോയാലോ? അമ്മമ്മക്ക് ടാറ്റ പോയാലോ? നമ്മളേത് റീലാണ് ചെയ്തിട്ട്? അമ്മമ്മ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എവിടെ പോവാ പെണ്ണെ? എവിടെ പോവാണ്? എവിടെ പോവാണ്? എവിടെ ചോദിക്കും? അമ്മയുടെ കുഞ്ഞിന്റെ അമ്മ. അമ്മ നല്ലോണം എനിക്ക് വേണ്ടി വേവിച്ചിരിക്കുന്ന ചെറുപയറ്. അമ്മ അമ്മയുടെ അടുത്തേക്ക് അമ്മ പൊന്നേടെ. കുഞ്ഞോ കുഞ്ഞോ, ഈ പെണ്ണ് എവിടെ? കുഞ്ഞോ കുഞ്ഞോ കുഞ്ഞോ, അമ്മന്റെ പൊന്ന് എവിടെ? എവിടെ അമ്മന്റെ പൊന്ന്? കുഞ്ഞോ കുഞ്ഞോ, എവിടെ അമ്മന്റെ പൊന്ന്? എവിടെ കുഞ്ഞോ? അമ്മന്റെ പൊന്ന് എവിടെ പോയേക്കൂ? കണ്ടുപിടിച്ചല്ല അമ്മ, കണ്ടുപിടിച്ചല്ല.
അപ്പം ഞങ്ങൾ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി നൈറയ്ക്ക് ഫുഡ് കൊടുക്കട്ടെ. ഇപ്പോൾ ഒരു 7-7:30 ആയിട്ടുണ്ട്. അപ്പോൾ രാത്രിയത്തെ ഫുഡ് ഞാൻ വെക്കും ഈ ഒരു സമയത്താണ് കൊടുക്കാറ്. അപ്പോൾ ഞാൻ നൈറയ്ക്ക് ഫുഡ് കൊടുക്കട്ടെ. അവിടെ കളിക്കുക അമ്മമ്മയും മോളൊക്കെ. അപ്പോൾ ഫുഡ് കൊടുത്തിട്ട് വരാം. ഫുഡ് കൊടുക്കുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നൈറയ്ക്ക് ഇപ്പോൾ കുറച്ച് വാശിയുണ്ട്, ഉറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫുഡ് കൊടുക്കട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. അങ്ങനെ ഞാനും അമ്മയും നൈറയും പ്രാർത്ഥിച്ച്. നൈറ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ഇങ്ങനെ പെടഞ്ഞ് കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 7-7:30-8 മണീൻ്റെ ഉള്ളിൽ ഞാൻ ഡിന്നർ കഴിക്കും. നൂൽപുട്ടും ചെറുപയറും ഇരുന്ന് ഞാൻ കഴിക്കുമ്പോൾ നൈറേനെ ഇങ്ങനെ ഹാളിൽ ഇരുത്തിയിട്ട് അവളിങ്ങനെ ടോയ്സിൽ കളിക്കുകയാണ് ചെയ്യാറ്. അവളിങ്ങനെ കളിക്കും. ചില സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ മേലിൽ കുത്തി മറിയും ചെയ്യും. പിന്നെ നൈറ എപ്പോഴും ഒരു 8:30-9 മണി 9:30 ആ ഒരു സമയത്ത് ഒരു ഉറക്കമുണ്ട്. അതാട്ടോ ഉറങ്ങുന്നത്. എന്നിട്ടൊരു 10 മണി അല്ലെങ്കിൽ ചിലപ്പോൾ 9:30-ക്ക് എന്നെ എണീക്കും. അങ്ങനെ ഒരു ഉറക്കത്തിൻ്റെ ഒരു പതിവുണ്ട് ഈ ഒരു സമയത്ത്. എന്താണ് മുടി ഇങ്ങനെ? ഇപ്പൊ 10:50 11 മണിയാവാനായി. ഇപ്പോഴാണ് ഇവിടെ നൈറ എണീച്ചത്. ഇനി ഇന്ന് എത്ര മണിക്കാ ഉറങ്ങുക ദൈവത്തിനറിയാം. കുഞ്ഞു അമ്മമ്മേനോട് അപ്പാപ്പ തരാൻ വരി. മോള് പറഞ്ഞ അമ്മമ്മ റെഡിയാ. എന്നാല് ഓക്കൊരു ജ്യൂസ് വേണമെന്ന്. എന്താ ജ്യൂസ് വേണ്ട? കുഞ്ഞു ജ്യൂസ് ഓർഡർ കൊടുക്ക്. എന്ത് ജ്യൂസാണ് ഓർഡർ കൊടുക്കുഞ്ഞോ? ഇവിടെ അമ്മയ്ക്കും കുറച്ച് ജ്യൂസ് തരാൻ വരി അമ്മമ്മേൻ്റെ അടുത്ത്. ഇത് കണ്ണിന്റെ ഇവിടെ നോക്ക്, മോളെന്നെ മാന്തി വെച്ചത് നെഗമ്മേ. കുഞ്ഞോ കുഞ്ഞു എലിഫാന്റ് എവിടെ? എലിഫാന്റ് എലിഫാന്റ് എവിടെ പൊന്നെ? എലിഫാന്റ് എവിടെ? എലിഫാന്റ് ആനെവിടെ ചോദിച്ചപ്പോ ഉണ്ട് മമ്മീനെ നോക്കിക്ക. ഹലോ, അപ്പം ഞങ്ങൾ ഇനി ഉറങ്ങാൻ പോവാണ്. നൈറ കണ്ടോ, ഞങ്ങളുടെ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ഇനി ഞങ്ങളൊരൊറ്റ ഉറക്കം അല്ലേ. ഇനി എപ്പോഴൊന്നും ഉറങ്ങുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ല 11 മണിക്കാണ് എണീച്ചത്. ഇപ്പോൾ ഒരു 11:30-12 മണീൻ്റെ അടുത്തായി. ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോകാം. അത്രയും നേരം ഇരുന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. ഉറങ്ങാ ഒക്കെ പിന്നെണ്ടാ അറിയില്ല, നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അമ്മമ്മേനോട് ഗുഡ് നൈറ്റ് പറഞ്ഞാള്. ഗുഡ് നൈറ്റ്. ഞമ്മക്ക് മുത്തശ്ശീനോടും പറയണം. മാസി ഇല്ല, ഇവിടെ ഷൂട്ടിന് പോയതാണ്. എന്താ ഞങ്ങൾ ഉറങ്ങാൻ പോവാണേ. ഗുഡ് നൈറ്റ് പറഞ്ഞാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഉണ്ടാവും. വെച്ചാലോ അയ്യോ ഗുഡ് നൈറ്റ്. ചക്കരമ്പതെന്താ ചക്കരമ്പെന്നോ ഉറക്കപ്പരാന്താണ്. അപ്പം ശരി, ബൈ. അങ്ങനെ കുറേ കളിച്ചിട്ട് അവസാനം എൻ്റെ നൈറമോള് ഉറങ്ങി. ഹലോ, അപ്പം നമ്മുടെ നൈറ ബേബി ഉറങ്ങി. ഇനി മീ ടൈമാണ്. ഇനി ഞാൻ എന്താ മുടിയൊക്കെ ഒന്ന് നല്ലപോലെ കെട്ടി വെച്ച് സ്കിൻ കെയർ ചെയ്ത്, പിന്നെ എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് പണികളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഉറങ്ങും. അപ്പം ഇന്നത്തെ ഒരു സൺഡേ അങ്ങനെ കഴിഞ്ഞു. എനിക്കിന്നൊരു ഷൂട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടില്ല. ഹോം ഷിഫ്റ്റിംഗ് ഒക്കെ ആയിട്ട് 2-3 ദിവസം ഭയങ്കര പണിയായിരുന്നു. അതുകൊണ്ട് നല്ല ടയേർഡ്, അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. അപ്പം ഇനി നാളെ ഷൂട്ടുണ്ട്. അപ്പം നെയിൽ പോളിഷൊക്കെ ഇടണം, എല്ലാം സെറ്റാക്കണം.
അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് കാര്യമായിട്ടൊന്നുമില്ലല്ലേ. അല്ലാണ്ട് ഞാൻ ജിമ്മിൽ പോവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഇനി എന്തായാലും വേറൊരു ദിവസം ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എടുക്കാം. ശരിക്കും ഇതെൻ്റെ എന്താ പറയുക, ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഞാനിതിൽ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ. അപ്പം കുറേ പേര് ഞാൻ വീഡിയോ ഇടായിട്ടും പിന്നെ അങ്ങനെ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടും കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ യൂട്യൂബിൽ കമൻറ്റിലാണെങ്കിലും പിന്നെ ഇൻസ്റ്റയിലാണെങ്കിലും ചോദിച്ചിട്ടുണ്ട്, എന്താ വീഡിയോ ഇടാത്തത്, ഡെയിലി ഇടണം, പിന്നെന്താണ് നൈറയ്ക്ക് സുഖമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഇനി എന്തായാലും ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാം. എനിക്ക് ഓരോരോ എന്താ പറയുക, മടിയാണോ എന്താണോ എന്നറിയില്ല. ഞാൻ എന്തായാലും ഇനി ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ഒരു ദിവസം രാവിലെ വിളിച്ച പിന്നെ നൈറിൻ്റെ വയ്യാതെ തന്നെയല്ലേ, അപ്പോൾ ഒന്നിനും എനിക്ക് സമയം കിട്ടില്ല. ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലും ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല. എന്തായാലും ഞാൻ ആക്റ്റീവ് ആവാം, എല്ലാം ചെയ്യാം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും സൺഡേ ഇങ്ങനെ അടിപൊളിയാക്കിയോ? അപ്പം എൻ്റെ സൺഡേ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളൂ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവരും യൂട്യൂബ് അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.